യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം പ്രാരംഭ വാക്യത്തിൽ നാം വായിച്ചത്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് പെസഹയ്ക്ക് 6 ദിവസം മുൻപ് വന്നു എന്നെഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമല്ല, പെട്ടെന്നുണ്ടായതല്ല. യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച്, യേശുവിന്റെ മരണത്തെക്കുറിച്ച്, യേശുവിന്റെ അടക്കത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്, രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ അനേക പ്രവാചക ശബ്ദം വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ അത് സംഭവിക്കും, അതിന്റെ ലക്ഷണങ്ങൾ എന്ത്, അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് എന്നിത്യാദി നിരവധി വസ്തുതകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. യേശു കർത്താവ് എപ്പോ മരിക്കുമെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യമുണ്ടായിരിക്കെ കർത്താവ് യേശു ബെഥാന്യ എന്ന് പറയുന്ന പട്ടണത്തിൽ തന്റെ ശുശ്രൂഷയുടെ അവസാന മണിക്കൂറുകൾ ചിലവഴിക്കാൻ എടുത്തെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടായിരിക്കും. യേശുവിന്റെ ബന്ധുജനങ്ങളോ യേശുവിന്റെ ശിഷ്യന്മാരിൽ അധികം പേരോ ഒന്നുമില്ലാത്ത ഒരു പട്ടണം കർത്താവ് തെരഞ്ഞെടുക്കുന്നെങ്കിൽ അതിന് വ്യക്തവും ന്യായവുമായ ഒരു കാരണമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രി അതിനെക്കുറിച്ചൊന്നൊരു വിശകലനം ചെയ്യാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ബെഥാന്യ എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് യേശു ക്രിസ്തുവുമായി ബന്ധമുള്ള 2 കുടുംബങ്ങളെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ കുടുംബം ലാസറിന്റെ ഭവനം എന്ന് ഒറ്റവാക്കിൽ പറയാം. രണ്ടാമത്തെ ഭവനം കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനം എന്ന് വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. ഈ 2 ഭവനങ്ങളുമാണ് യേശു കർത്താവുമായി ആഴമായ ബന്ധം പുലർത്തിയിരുന്ന 2 കുടുംബങ്ങൾ. 100-ലധികം കുടുംബങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന ആ പട്ടണത്തിനകത്ത് മറ്റാരും തന്നെ യേശുവിനെ കൈക്കൊള്ളാതിരിക്കുമ്പോൾ ഈ 2 കുടുംബങ്ങൾ കർത്താവിനെ കൈക്കൊള്ളുന്നു. പ്രാരംഭമായി ലാസറിന്റെ ഭവനത്തെ കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ആ വീട്ടിൽ മാർത്ത എന്ന മൂത്ത സഹോദരിയും മറിയ എന്ന 2ാമത്തെ സഹോദരിയും ലാസർ എന്ന 3ാമത്തെ സഹോദരനും ആ വീട്ടിനകത്തുണ്ട്. വേദപുസ്തകത്തിന്റെ 33 വർഷത്തെ ക്രിസ്തുവിന്റെ ജീവിത ശുശ്രൂഷകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഒരിടത്ത് തന്നെയും ലാസറിന്റെ അമ്മയപ്പന്മാരെ കുറിച്ച് ഒരു ചെറു പരാമർശം പോലും നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന ആ കാലത്ത് അവർ ജീവനോടുകൂടി ഇല്ല എന്ന് എല്ലാവരും തന്നെ അനുമാനിക്കുന്നു. അപ്പനും അമ്മയും മക്കളുടെ നല്ല ഭാവി കാണുന്നതിന് മുമ്പ് തന്നെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം. ചരിത്രകാരന്മാർ പറയുന്നത് യേശു കർത്താവ് പിറക്കുന്നതിനോട് അനുബന്ധിച്ച് ആ ദേശങ്ങളിൽ ഒരു മഹാമാരി വ്യാപിച്ചിരുന്നു എന്നും ആ രോഗത്തിന്റെ കാരണഫലമായി അനേക വ്യക്തികൾ മരണപ്പെട്ടിരുന്നു എന്നും അന്നത്തെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ഏറെക്കുറെ 90% വേദ പണ്ഡിതന്മാരും അവകാശപ്പെടുന്നത് ദേശത്ത് പടർന്നു പിടിച്ച ആ മഹാമാരിയാൽ ആയിരങ്ങൾ മരിക്കപ്പെട്ടതിന്റെ കൂട്ടത്തിൽ മരിച്ച് മൺമറഞ്ഞു പോയ 2 പേരായിരിക്കാം ലാസറിന്റെ അമ്മയപ്പന്മാർ എന്ന് ചരിത്രത്തിന്റെ വസ്തുതകൾ നിരത്തിയും ആ കാലഘട്ടത്തിന്റെ കാരണങ്ങൾ നിരത്തിയും ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അവർ നിരത്തുന്ന കാരണങ്ങളെ വെച്ചുകൊണ്ട് അല്ല എന്ന് തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല. അത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ
ദേശത്ത് വ്യാപിച്ച മഹാമാരിയുടെ അനന്തര ഫലം എന്ന വണ്ണം അമ്മയപ്പന്മാർ മരിച്ചു വീഴുന്നത് പ്രതികരിക്കാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന 3 മക്കളെ വിശുദ്ധ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ചില സമയങ്ങളിൽ മനുഷ്യൻ നിസ്സഹായനായി പോകാറുണ്ട്. പണമുണ്ടായിരുന്നിട്ടും ആരോഗ്യമുണ്ടായിരുന്നിട്ടും സമ്പത്തുണ്ടായിരുന്നിട്ടും മനുഷ്യൻ നിസ്സഹായനായി പോകും. ചിലരൊക്കെ പറയാറുണ്ട് പണമുണ്ടായിരുന്നെങ്കിൽ, ചിലര് പറയാറുണ്ട് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, ചിലര് പറയാറുണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ കഴിഞ്ഞ 24 വർഷം ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ എന്നുള്ള നിലയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ടുമുട്ടിയ ഇടത്തിന്റെ അനുഭവ പരിചയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊക്കെ ഉള്ളവർ പോലും പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് കാണുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം, എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ശ്രേഷ്ഠതയല്ല. 4 ഹോസ്പിറ്റലുകൾ സ്വന്തമായുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മരണം ഏറെക്കുറെ 2 മണിക്കൂറോളം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ മരണം നേരിട്ട് കണ്ട മനുഷ്യനാണ് ഞാൻ. ആ സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കാൻ 8 ഡോക്ടർമാരും ഏറെക്കുറെ അത്ര തന്നെ നഴ്സുമാരും അതുപോലെ തന്നെ അനേക ആൾക്കാരും അദ്ദേഹത്തിന്റെ ചുറ്റിലുമുണ്ട്. ICUവിൽ നിരവധി ദൈവദാസന്മാർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായ മനുഷ്യൻ പറഞ്ഞൊരു പദം ഇതാണ്: ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് ഇനിയൊന്നിനും കഴിയില്ല. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തോട് ചിലർ പറയുന്നു, ഞങ്ങൾ നിസ്സഹായരാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യൻ ബലഹീനനാകത്തടുത്താണ് ദൈവത്തിന്റെ ബലം തികഞ്ഞു വരുന്നത്. മനുഷ്യൻ ശൂന്യനാകുന്നിടത്താണ് ദൈവത്തിന്റെ നിറവ് വെളിപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശൂന്യതയ്ക്ക് മുകളിൽ ചില ദൈവ പ്രവർത്തികളെ വെളിപ്പെടുത്താൻ എന്റെ ദൈവം ശക്തനാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ശ്രദ്ധിച്ചേ, നിങ്ങൾ സ്തോത്രം പറയുമ്പോ ഇത് ഒരു ഉണർവ് മീറ്റിംഗ് ആണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഇതൊരു ശവമടക്ക് പോലെ ആയി പോകും. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അമ്മയപ്പന്മാരുടെ മരണത്തിൽ എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കുന്ന 3 മക്കൾ. പ്രായത്തിൽ വളരെ ചെറിയവനാണ് ലാസർ. 2 സഹോദരിമാർ. അവരുടെ ഭാവി ഇന്നത്തെ പോലെ ബാങ്ക് ബാലൻസുകളോ ഇന്നത്തെ പോലെ കരുതൽ നിക്ഷേപങ്ങളോ ഇന്നത്തെ പോലതായ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത അന്നത്തെ കാലത്ത് ദൈനംദിനം അധ്വാനിച്ച് ദൈനംദിനം ജീവിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭക്ഷണമില്ലായ്മ, വസ്ത്രമില്ലായ്മ, സൗകര്യക്കുറവുകൾ അവരെ അലട്ടാൻ സാധ്യതകളുണ്ട്. 100 ചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമ്മുടെ പിടിവള്ളികളായി നിന്ന് അത് നമുക്ക് അറ്റുപോയി നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം നമുക്ക് സംജാതമാകുമ്പോൾ, അതെന്ത് ചെയ്യുമെന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉരുത്തിരിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നമാണ്, ഇത് അസ്തമിച്ചു പോയി എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജനനം മുതൽ മരണം വരെ അവൻ എന്തൊക്കെ ആയിരിക്കണം, എവിടൊക്കെ ഉയരണം, എവിടൊക്കെ നന്മ പ്രാപിക്കണം, എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കണം, എന്തൊക്കെ സംഭവിക്കരുത്, ചിലത് സംഭവിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നിത്യാദി നിരവധി കാര്യാദികൾ സർവശക്തനായ ദൈവം ചിട്ടയോടെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയാതെ പോകരുത്. ശ്രദ്ധിക്കണം. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എങ്ങനെ ജീവിക്കും? ചിലരുടെ മരണങ്ങൾ കുടുംബത്തെ പിടിച്ചുലയ്ക്കാറുണ്ട്, എങ്ങനെ ജീവിക്കും? ചില നഷ്ടങ്ങൾ ചിലര് ചോദിക്കാറുണ്ട്, എങ്ങനെ
സ്പോൺസർ ചെയ്ത ഒരു മനുഷ്യനാണ് എന്നെ ആ ഇടത്തേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യമായി ഞാൻ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ എനിക്ക് ലഭിച്ച നല്ല സൗഹൃദങ്ങളിൽ ഒന്ന്, ഒരു മുന്തിയ ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയി എനിക്ക് ആവശ്യമുള്ളതും എനിക്ക് ആവശ്യമില്ലാത്തതുമായ അനവധി ഭക്ഷണങ്ങൾ എന്റെ മുമ്പിൽ വാങ്ങിവെച്ചു. എനിക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ അല്പമായി ഞാൻ അതിനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കടബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ ചോദിച്ചു, എത്ര രൂപ ബാധ്യതയുണ്ട്? അദ്ദേഹം ആദ്യം ദറംസിൽ അതിന്റെ കണക്ക് പറഞ്ഞു. എന്നിട്ട് അത് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 514 കോടി രൂപ എനിക്ക് ബാധ്യതയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയധികം ബാധ്യതയുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, 9 രാജ്യങ്ങളിൽ എനിക്ക് ബിസിനസ് ഉണ്ട്, 14ഓളം കമ്പനികൾ ഞാൻ നടത്തുന്നുണ്ട്, എനിക്ക് ഇത്രയും ബാധ്യതയുണ്ട്. ഈ ബാധ്യത നിമിത്തം എനിക്ക് എന്റെ കുടുംബം നഷ്ടപ്പെട്ടു, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏകദേശം 9 ദിവസത്തോളം അദ്ദേഹത്തിന്റെ വില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ആ 9 ദിവസവും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അദ്ദേഹവും എന്നോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദിവസം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് സംസാരിക്കാൻ ചില സന്ദേശങ്ങൾ എന്റെ കയ്യിലേക്ക് തരുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായി ഞാൻ ആ മനുഷ്യനോട് അത് തുറന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവമല്ലാതെ വേറൊരു മനുഷ്യനില്ല എന്നെ സഹായിക്കാൻ. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരിക. ഏകദേശം 1-2 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം എനിക്ക് ലഭ്യമായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ വലിയ ബാധ്യതയിൽ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുന്ന വണ്ണം ഒരു അനുകൂലമായ ഒരു ദൈവപ്രവൃത്തി എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, പാസ്റ്റർ വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്റെ ബാധ്യതകൾ തീർക്കാൻ പറ്റുന്ന അളവിൽ ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് വരുന്നുണ്ട്, അതിനുവേണ്ടി ദൈവദാസൻ പ്രാർത്ഥിക്കണം. വരുന്ന 8 ദിവസത്തിനകത്ത് എനിക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും. ഞാൻ മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു ബിസിനസ് മീറ്റിന് വേണ്ടി പോകുന്നു. ഞാൻ അവിടെ ചെന്ന് ആ കാര്യങ്ങൾ തീർത്ത് ഒരു നല്ല വർത്തമാനം പാസ്റ്ററെ വിളിച്ച് പറയുന്നത് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭ്യമായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളിൽ കരകയറാൻ എന്നാൽ ആവോളം ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞ ദിവസം ഒരു ഞായറാഴ്ച അവസാനിക്കുന്നു. ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്ററോട് എനിക്ക് സംസാരിക്കണം. ഞാൻ ലഭ്യമായ സമയം തിരിച്ച് അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു. ആ സമയം ആ മനുഷ്യൻ എന്നെ വിളിച്ചു. വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. മറ്റൊരു വ്യക്തിക്ക്, മറ്റൊരു കമ്പനിക്ക് ആ കോൺട്രാക്ട് പോയി. എന്റെ ലൈഫിൽ പിടിച്ചു കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച ഏക വഴി അതായിരുന്നു. മറ്റൊരു വാതിൽ തുറന്നു വന്നാൽ എനിക്കറിയില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന്. മരണമല്ലാതെ മറ്റൊന്ന് എന്റെ മുമ്പിൽ ബാക്കിയില്ല എന്ന് പരിതപിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു. ഇതിന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാം എല്ലാവരും പ്രാർത്ഥിച്ചു. ആ വഴി തുറന്നു വന്നില്ലെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരിക്കും. ദൈവം മറ്റേതോ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ കഴിയാവുന്ന വാക്കുകൾ പറഞ്ഞ് തിരുവെഴുത്തുകളിലെ ഭാഗങ്ങൾ ഓർപ്പിച്ച്
ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. വീണ്ടും 2-3 മാസങ്ങൾ കടന്നുപോയി. യാതൊരു തരത്തിലും കാര്യങ്ങൾ ശരിപ്പെട്ടു വരുന്നില്ല. അദ്ദേഹം വളരെ മാനസികമായി പ്രയാസം അനുഭവിച്ചു. അങ്ങനെ കണ്ണൂരുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി ആ മനുഷ്യൻ കടന്നു വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നത് നെടുമ്പാശ്ശേരിയിലാണെങ്കിലും തിരിച്ച് ഞാൻ പോകുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്റെ ഏക ലക്ഷ്യം പാസ്റ്ററെ ഒന്ന് കാണണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം വന്നു. തിരുവനന്തപുരം പട്ടണത്തിനകത്തുള്ള ഒരു ഹോട്ടലിൽ സ്തോത്രം അദ്ദേഹം സ്റ്റേ ചെയ്യുന്നു. ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാനായിട്ട് എന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ലാസറിന്റെ കല്ലറയെ തുറന്ന് ഞാൻ പുറത്തെടുത്തതുപോലെ ഞാൻ ഇവനെയും പുറത്തെടുക്കും. എന്റെ പ്രവൃത്തി ഞാൻ ഇവനിൽ വെളിപ്പെടുത്തും. ഞാൻ അദ്ദേഹത്തോട് ആ വിവരങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അദ്ദേഹം ഒരു സാധാരണ വാക്ക് കേൾക്കുന്നത് പോലെ അത് കേട്ടുള്ളൂ. കാരണം എനിക്കതിന് പരാതിയില്ല. കാരണം ഒത്തിരി തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പെട്ടെന്ന് ആ വാക്കുകൾ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാണ്ട് കഴിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തെ ഓർത്തും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ ഓർത്തും എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നിയിട്ടുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ നീ അത്ഭുതം ചെയ്യണം. ഏകദേശം ഒരു 10-18 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ടായി. മരിക്കാം, ഇനി ജീവിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് തന്റെ കട്ടിലിൽ താൻ കിടക്കുമ്പോൾ ആ മുറിക്കകത്ത് ഒരു മനുഷ്യ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആരും അദ്ദേഹത്തോട് സംസാരിക്കുന്ന പോലെ തോന്നി. അദ്ദേഹത്തോട് ഒരു ദൈവശബ്ദം ദൈവം കേൾപ്പിച്ചു, ഞാൻ നിന്നെ തകർക്കുന്നവനല്ല, ഞാൻ നിന്നെ പണിയുന്നവനാണ്. ആ വാക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു, ബലം കൊടുത്തു. ഏകദേശം വീണ്ടും 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു കാലത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഒരു കമ്പനിയിൽ, ഒരു രാജ്യത്ത്, ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു കമ്പനിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് സാർ, ഞങ്ങളുടെ കമ്പനിക്ക് ഇങ്ങനൊരു ടാർഗറ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പലരെയും നോക്കി. അപ്പൊ സാർ ഈ കാര്യം ഇപ്പോൾ പുതുതായി ആരംഭിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് സാറിനെ അറിയാവുന്ന ഡയറക്ടർ ഞാൻ വിളിച്ചത്, ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, 9 മാസം കൊണ്ട് 500 ചില്ലുവാനം കോടി രൂപ കടമുണ്ടായിരുന്നവന്റെ കടത്തെ എന്റെ ദൈവത്തിന് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ.